സുഹൃത്ത് ബന്ധത്തിന് വളരെ വില കൊടുക്കുന്ന ഒരാളാണ് ബിഗ് ബോസ് ഞാൻ. എന്നോട് വിശ്വാസവഞ്ചന കാണിക്കുന്ന ഒരാളിനെ ഞാൻ എങ്ങനെയാണ് ഇനി ഫ്രണ്ടായിട്ട് കരുതുക എന്ന് ചോദിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ അനീഷേട്ടനാണ്. ഷാനവാസ് ഇക്കയുടെ കാര്യമാണ് പറയുന്നത്. പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ഇക്കയെടുത്ത് ബിഗ് ബോസ് ചോദിച്ചപ്പോൾ ഏറ്റവും വിശ്വസനായ ഒരാളിനെ നിങ്ങൾ ആദ്യം പറയണം, അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള 4 വോട്ടും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് അനീഷിനെ അതിനകത്ത് ഉൾപ്പെടുത്തിയില്ല. വിശ്വാസമുള്ള ഒരാളെന്ന രീതിയിൽ അക്ബറിനെയാണ് ഷാനവാസ് ഇക്ക ചൂസ് ചെയ്തത്. അതുപോലെ തന്നെ ബാക്കി 4 പേരെ ലക്ഷ്മി, സാബുമാൻ, നിവിൻ ആൻഡ് ആര്യൻ. അനീഷേട്ടനെ ഇതിനൊന്നും ഉൾപ്പെടുത്തിയില്ല. പുള്ളിക്ക് മാനസികമായിട്ട് വളരെയധികം വിഷമമുണ്ടായി. കാരണം ഇന്ന് കൂടി അവർ തമ്മിൽ ഭയങ്കരമായിട്ട് സംസാരിച്ച് വളരെ ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്ത അനുഭവം എന്ന് പറയുന്നത് ഷാനവാസിൻ്റെ കൂടെ ഞാൻ ജയിലിൽ കിടന്നാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഭയങ്കരമായിട്ട് ഷാനവാസിൻ്റെ ഈ ഒരു പ്രവൃത്തിയിൽ അനീഷേട്ടൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഭയങ്കര വിഷമം. കാരണം ഈ ഒരു കാര്യം പറയാതെ പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു മണ്ടനായി പോയല്ലോ, ഞാനിവിടെ ഞാൻ ഷാനവാസിനെ ഒരു ഗെയിമർ എന്നതിനുപരിയായി ഞാനൊരു ഫ്രണ്ടായിട്ട് കരുതി പോയല്ലോ, എനിക്ക് വിരലിലെണ്ണാവുന്ന ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ, എനിക്കൊരു ആപത്ത് വന്നാലും എനിക്കൊരു താഴ്ച വന്നാലും അവർക്കൊരു താഴ്ച വന്നാലും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഓടിയെത്താറുണ്ട്. ഞാൻ എൻ്റെ ജീവൻ കൊടുത്തു വരെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ നിൽക്കാറുണ്ട്. ഞാൻ അങ്ങനെ ഒരു കാറ്റഗറിയിൽ, ഞാൻ അങ്ങനെ ഒരു ഗണത്തിൽ ഷാനവാസിനെ ഉൾപ്പെടുത്തി പോയല്ലോ. ഷാനവാസ് പക്ഷേ യാതൊരു തരത്തിലുള്ള വിശ്വാസമില്ലാതെ എന്നോട് വിശ്വാസവഞ്ചനയല്ലേ കാണിച്ചത്. ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ഇനി എങ്ങനെയാണ് ഞാൻ ഷാനവാസിനെ ഫ്രണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമത്തിലാണ് അനീഷേട്ടൻ.